السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് മുത്തഖികളായി ജീവിതം നയിക്കണം എന്ന് എന്നോട് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായ ഒരു ലക്ഷ്യത്തോടെയാണ് നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നിനെയും ഇൻസിനെയും എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യണം എന്നതിനു വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സമ്പൂർണ്ണമായി അള്ളാഹുവിൻ്റെ അടിമകളാണ്. അള്ളാഹു എന്താണോ തീരുമാനിക്കുന്നത് അതാണ് നമ്മുടെ ജീവിതം. ഈ ഒരു സംഗതി ചില ഘട്ടത്തിൽ മനുഷ്യൻ മറന്നു. നമുക്ക് അള്ളാഹു ചില സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. പക്ഷേ ആ സ്വാതന്ത്ര്യം ആപേക്ഷികമാണ്, നമ്മളെ അപേക്ഷിച്ചുള്ളതാണ്. അള്ളാഹുവിൻ്റെ തീരുമാനത്തെ ഓവർടേക്ക് ചെയ്യാൻ മാത്രമുള്ള സ്വാതന്ത്ര്യമൊന്നും അള്ളാഹു നമുക്ക് നൽകിയിട്ടില്ല. നമുക്ക് പ്രായമാകുന്നത്, ജരാനരകൾ ബാധിക്കുന്നത്, മരണപ്പെടുന്നത്, രോഗമുണ്ടാകുന്നത്, ഇതൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. നമ്മുടെ ജീവിതത്തിലുള്ള സന്തോഷവും അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എനിക്ക് തന്നെ എൻ്റെ ചില കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയുമെന്ന് ചിലർ വിചാരിക്കും. അള്ളാഹു നൽകിയ നല്ല ആരോഗ്യത്തിലിരിക്കുമ്പോൾ, സമ്പത്തുണ്ടായിരിക്കുമ്പോൾ, ജീവിതത്തിൽ സന്തോഷങ്ങളും നേട്ടങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ചില സമയത്ത് നമുക്ക് തോന്നും ഞാൻ കൊള്ളാം, ഞാൻ വിചാരിച്ചാലും ചില കാര്യങ്ങളൊക്കെ നടക്കും. അതിൻ്റെ അഹങ്കാരം അവൻ്റെ ചില വർത്തമാനത്തിൽ വരും. ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ ശരിയാക്കി കളയും, ഞാൻ വിചാരിച്ചാൽ ഞാൻ ഇപ്പോൾ ഉള്ള ഈ അവസ്ഥയൊക്കെ തരണം ചെയ്യും, എനിക്കിതൊക്കെ അപ്പുറം കിടക്കാൻ ഒരു പ്രയാസവുമില്ല, ഇതൊക്കെ ഇൻഷാ അല്ലാഹ് ഇപ്പോഴത്തെ ഈ അവസ്ഥയൊക്കെ നാളെ ഞാൻ മാറ്റും എന്ന് ഞാൻ എന്ന അഹങ്കാരത്തിൻ്റെ വചനം വരും. എപ്പോഴെന്നറിയോ? അള്ളാഹനെ മറന്ന് ജീവിക്കുമ്പോൾ. അപ്പോഴാണ് മനുഷ്യൻ അഹങ്കാരത്തിൻ്റെ വർത്താനം പറയാം. യഥാർത്ഥത്തിൽ ഒരു വിരലനക്കാൻ നമുക്ക് സാധ്യമല്ല അള്ളാഹു തീരുമാനിച്ചിട്ടില്ലെങ്കിൽ. അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമേ എന്തും നമ്മുടെ ജീവിതത്തിൽ നടക്കൂ. അള്ളാഹു തീരുമാനിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായത്. സത്യവിശ്വാസികളായി ജീവിക്കുന്ന നമുക്ക് അള്ളാഹു എന്തിന് പ്രയാസങ്ങൾ തരണം? അമ്പിയാക്കളുടെ ജീവിതം, സ്വഹാബാക്കളുടെ ജീവിതം, ഇതൊക്കെ പരിശോധിച്ചാൽ ഒരുപാട് വേദനകളും പ്രയാസങ്ങളും നഷ്ടങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതെന്തിന് അള്ളാഹു തരണം? അതിന് കൃത്യമായ ഉത്തരമുണ്ട്. അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ട് അവനെ സ്വർഗത്തിലെത്തിച്ചാൽ പോരാ, സ്വർഗത്തിൽ ഏറ്റവും ഉന്നത പദവിയിൽ എത്തിക്കണമെന്ന് തീരുമാനിച്ചാൽ അള്ളാഹു അയാൾക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ കൊടുക്കും. അശദ്ദുന്നാസി ബലാഅൻ അൽ അംബിയ. ലോകത്ത് അള്ളാഹു ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ നൽകിയത് അമ്പിയാക്കൾക്കാണ്. അയ്യൂബ് അലൈഹിസ്സലാം എത്ര വർഷമാണ് രോഗശയ്യയിൽ കിടന്നറിയോ? 18 വർഷം. തഫ്സീറുകൾ കാണാം. ഭാര്യമാർ വിട്ടുപോയി, മക്കൾ വിട്ടുപോയി, അവസാനം ഒരു ഭാര്യ മാത്രമാണ് കൂടെ ഉണ്ടായത്, ഒരാത്മസുഹൃത്ത് മാത്രമാണ് കൂടെ ഉണ്ടായത്. സമ്പന്നനായിരുന്നു അയ്യൂബ് അലൈഹിസ്സലാം. അദ്ദേഹത്തിൻ്റെ സ്വത്തൊക്കെ നശിച്ചുപോയി. അദ്ദേഹം ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ പോലും നിരാശപ്പെട്ടില്ല. അദ്ദേഹത്തിനറിയാം എനിക്ക് ഈ രോഗം തന്നത് അള്ളാഹുവാണ്. അള്ളാഹു നൽകിയ ഈ രോഗം അള്ളാഹു തന്നെയാണ് അവൻ ഉദ്ദേശിക്കുമ്പോൾ ശിഫയാക്കുക. എനിക്കിങ്ങനെ ഒരു രോഗം അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അതിനൊരു ലക്ഷ്യമുണ്ട്. ഈ രോഗമുള്ള കാലത്തോളം ഞാൻ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കും. അള്ളാഹു എനിക്ക് ശിഫ തരണേ. ഈ വർഷം ശിഫയില്ല, അടുത്ത വർഷം ശിഫയില്ല, അതിൻ്റെ അടുത്ത വർഷവും ശിഫയില്ല. അതുകൊണ്ട് നിരാശപ്പെടുന്നില്ല. വീണ്ടും റബ്ബിനോട് മാത്രം ചോദിക്കും. കഴിഞ്ഞുപോയ അമ്പിയാക്കളോട് ചോദ്യമില്ല, മലക്കുകളെ വിളിക്കുന്നില്ല, ഏതെങ്കിലും ജാറത്തിലേക്ക് പോകുന്നില്ല. അദ്ദേഹത്തിന്റെ വിശ്വാസം അള്ളാഹു പരീക്ഷിക്കുന്നു.
പതറാതെ സത്യവിശ്വാസത്തിലും യഥാർത്ഥ വിധിവിശ്വാസത്തിലും അടിയുറച്ചു നിൽക്കാൻ അയാൾക്ക് സാധിക്കുന്നു. ഇന്നാ കുല്ല ശൈഇൻ ഖലഖനാഹു ബിഖദർ. എല്ലാ കാര്യങ്ങളും ഒരു കണക്കനുസരിച്ച് അള്ളാഹു സൃഷ്ടിച്ചതാണ്. എല്ലാ കാര്യങ്ങളെയും നാം സൃഷ്ടിച്ചു ഒരു കണക്കനുസരിച്ച്. നമുക്ക് ജീവിതത്തിൽ എത്ര സന്തോഷം വേണം, അള്ളാഹു ഒരു കണക്ക് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് കിട്ടും. നമുക്ക് ജീവിതത്തിൽ എത്ര സങ്കടമുണ്ടാകണം, അള്ളാഹു ഒരു കണക്ക് വെച്ചിട്ടുണ്ട്, ആ സമയത്ത് അത് കൃത്യമായിട്ട് വരും. അള്ളാഹ് വിധിച്ചതൊന്നും നമ്മിൽ നിന്ന് വിട്ടുപോവുകയില്ല. അത് സന്തോഷമാണെങ്കിലും ശരി, സങ്കടമാണെങ്കിലും ശരി. അത് എത്രത്തോളം അള്ളാഹു വെച്ച കണക്കനുസരിച്ച് അതുണ്ടാകും. നമ്മളൊരു ദിവസം മരിക്കും, അത് അള്ളാഹു നേരത്തെ കണക്കാക്കിയതാണ്. അപ്പൊ ചില ആളുകൾ വിചാരിക്കും എല്ലാം അള്ളാഹു കണക്കാക്കിയതാണെങ്കിൽ പിന്നെ ഞാൻ ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നൊക്കെ ഇങ്ങനെ നടപ്പാകുന്നുണ്ടല്ലോ, അത് അള്ളാഹുവിന്റെ കണക്കിന് കീഴിലാണ്. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ് റബ്ബുൽ ആലമീൻ. റബ്ബുൽ ആലമീനായ അള്ളാഹു ഉദ്ദേശിക്കാതെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നും ഉദ്ദേശിക്കാൻ കഴിയില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിലെ പല സന്ദർഭങ്ങളിലും പല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്, അതിന് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കല്യാണം, നമ്മുടെ കച്ചവടം, നമ്മുടെ കുടുംബജീവിതം, ഇതൊക്കെ പരിശോധിച്ചാൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഞാൻ തീരുമാനിച്ച പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷെ അള്ളാഹുവിന്റെ മശീഅത്തിന് കീഴിൽ മാത്രമേ നമുക്ക് തീരുമാനമുള്ളൂ. എന്നാൽ ഈ ഒരു തത്വത്തെ നിരാകരിച്ച ഒരു വിഭാഗമുണ്ട്. അവരാണ് ഖദരിയാക്കൾ. വ്യതിയാന കക്ഷികളിൽ ഏറ്റവും ആദ്യം രൂപപ്പെട്ടത് ഖദരിയാക്കളാണ് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ലോകത്ത് വ്യതിയാനമുണ്ടായത് അടിസ്ഥാനപരമായി 3 വിഷയങ്ങളിലാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളിൽ വ്യത്യാസപ്പെടുകയും സൃഷ്ടികൾക്ക് അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ വകവെച്ചു കൊടുത്തവരും അള്ളാഹുവിനുള്ള യഥാർത്ഥ വിശേഷങ്ങൾ നിഷേധിച്ചവരും. ഇങ്ങനെ 2 തരം. അള്ളാഹുവിനെ നിഷേധിച്ചവരുണ്ടായി, സൃഷ്ടികളോട് ഉപമിച്ചവരുമുണ്ടായി. ഇത് രണ്ടും അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളെ മനസ്സിലാക്കുന്നിടത്തുള്ള 2 അറ്റങ്ങളിലെ വ്യതിയാനങ്ങളാണ്. രണ്ടാമത് സ്വഹാബികളുടെ വിഷയത്തിലാണ്. ഒരു കൂട്ടം ആളുകൾ സ്വഹാബികളിൽ ചിലരുടെ കാര്യത്തിൽ അതിരുവിട്ടു. ഷിയാക്കൾ, അലി റളിയല്ലാഹു അൻഹു ഉലൂഹിയത്തിൽ അള്ളാഹുവിന്റെ സിഫത്തുകൾ പോലുമുള്ള ആളാണ് എന്ന് അവർ വാദിച്ചു. ഖവാരിജികളാണെങ്കിലോ, കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയ ഖവാരിജികൾ സ്വഹാബികൾ കാഫറാണെന്ന് പറഞ്ഞു. സ്വഹാബികളുടെ കാര്യത്തിൽ 2 അറ്റത്തേക്കും വ്യതിയാനം ഉണ്ടായിട്ടുണ്ട്. ഒരു കൂട്ടർ സ്വഹാബികളുടെ കാര്യത്തിൽ അതിരുവിട്ട് അവർക്ക് റബ്ബിന്റെ സിഫത്തുകൾ വകവെച്ചു കൊടുത്തു. വേറൊരു കൂട്ടർ സ്വഹാബികളെ നമ്മുടെ നിലവാരം പോലുമില്ലാതെ ഒരു ഒന്നിനും കൊള്ളരുതാത്ത ഒരു 6-ാം നൂറ്റാണ്ടിൽ ഒരു തരംതാണ സമൂഹമായിട്ട് കണക്കാക്കി അവർ കാഫറാണെന്ന് പറയാൻ പോലും അവർക്ക് മടിയുണ്ടായില്ല. രണ്ടാമത്തെ വ്യതിയാനം സ്വഹാബികളുടെ വിഷയത്തിൽ. ആദ്യത്തെ വ്യതിയാനം അള്ളാഹുവിന്റെ സിഫത്തുകളുടെ വിഷയത്തിൽ, രണ്ടാമത്തേത് സ്വഹാബികളുടെ വിഷയത്തിൽ, മൂന്നാമത്തേത് ഖദറിന്റെ വിഷയത്തിൽ. ഒരു വിഭാഗം ഖദർ നിഷേധിച്ചു. ഖദരിയാക്കൾ എന്നാണ് അവരറിയപ്പെടുന്നത്. അവർ പറയുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ നേട്ടങ്ങളും നമ്മുടെ പ്രവർത്തനത്തിന്റെ ഫലമാണ്, എല്ലാ പ്രയാസങ്ങളും നമ്മളായിട്ട് വരുത്തി തീർക്കുന്നതാണ്. അതുകൊണ്ട് തിന്മ ചെയ്യുന്നവർക്കൊന്നും മാപ്പ് കൊടുക്കാൻ പാടില്ല. അള്ളാഹു ചിലപ്പോൾ മാപ്പ് കൊടുക്കും, അതവർക്ക് വിശ്വാസമില്ല. വൻകുറ്റം ചെയ്താൽ അവൻ കാഫറാണ്. നേരത്തെ ഖവാരിജികളുടെ വിശ്വാസം നമ്മൾ പറഞ്ഞിരുന്നു. ഖവാരിജികൾ ഖദരിയാക്കൾ കൂടിയാണ്. ഈ ഖദരിയാക്കളുടെ വിശ്വാസം ഖവാരിജികൾക്കുണ്ട്, മുഅ്തസിലികൾക്കുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കുറ്റം ചെയ്ത ആളുകൾ ശിർക്കല്ലാത്ത കുറ്റം ചെയ്താലും അള്ളാഹു ഒരിക്കലും അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയില്ല എന്ന് വിശ്വസിക്കുന്ന ഖവാരിജിന്റെ അതേ വിശ്വാസം ഖദരിയാക്കൾക്കുണ്ട്. അവർ പ്രധാനമായും പറയുന്നത് സൃഷ്ടികളുടെ പ്രവർത്തനം അള്ളാഹു സൃഷ്ടിച്ചതല്ല, നേരെ മറിച്ച് അത് അവരുടെ തന്നെ സൃഷ്ടിയാണ്. അവിടെ നമ്മൾ തീരുമാനിക്കുന്നു, അത് നടപ്പാകുന്നു. നമ്മൾ തെറ്റായ കാര്യങ്ങൾ തീരുമാനിക്കുന്നു, അത് നടപ്പാകുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ നല്ലതും ചീത്തക്കാരൻ നമ്മളാണ്. അള്ളാഹുവിനതിൽ യാതൊരു പങ്കും നമ്മൾ ചേർത്ത് പറയേണ്ടതില്ല. അതുകൊണ്ട് നമ്മൾ തെറ്റെയ്താൽ നമ്മൾ നരകത്തിൽ തന്നെ. അവിടെ മാപ്പിന്റെയും തൗബയുടെയും ഒന്നും പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. ഇതാണ് ഖദരിയത്ത് ഖവാരിജുകളുമായി ചേർന്നുണ്ടാക്കിയ ലോകത്തെ ഏറ്റവും വലിയ ഫിത്ന. ലോകത്ത് സ്വഹാബികളുടെ കാലത്ത് തന്നെ രൂപപ്പെട്ട വ്യതിയാനങ്ങളാണ് ഖദരിയാക്കളുടെ വ്യതിയാനവും അതേപോലെ തന്നെ ഖവാരിജുകളുടെ വ്യതിയാനവും എന്ന് കാണാൻ സാധിക്കും. എന്നാൽ അള്ളാഹു പറയുന്നത് മറിച്ചാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യവും അള്ളാഹുവാണ് സൃഷ്ടിക്കുന്നത്, നമ്മളല്ല. വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ. നിങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ സൃഷ്ടിച്ചതും അള്ളാഹുവാണ്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ് നമ്മളെ സൃഷ്ടിച്ചു എന്നുള്ളത്. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ് നമ്മുടെ പ്രവർത്തനങ്ങളെ സൃഷ്ടിച്ചു എന്നുള്ളത്. അള്ളാഹുവുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യവും ഗൈബിയാണ്. അള്ളാഹുവുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യവും ഗൈബാണ്. നമ്മൾ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്. ഗൈബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൗതികമായ നിരീക്ഷണ പരീക്ഷണങ്ങൾ കൊണ്ട് കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങളാണ് ഗൈബ്. നമുക്ക് കണ്ടും കേട്ടും തൊട്ടുമൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അത് ഗൈബല്ല. അള്ളാഹുവുമായി ബന്ധപ്പെട്ട ഒരു വിശേഷവും നമുക്ക് നേരിട്ട് കണ്ടോ അല്ലെങ്കിൽ കേട്ടോ തൊട്ടോ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവന്റെ ദാത്തുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യവും, അവന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അവന്റെ ദാത്ത്, അവന്റെ പ്രവർത്തനം, അവന്റെ സിഫാത്ത്,
ഇതിനെക്കുറിച്ച് അള്ളാഹു എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ ഖുർആനിൽ, അത് അങ്ങനെ തന്നെ വിശ്വസിക്കാനാണ് നമ്മുടെ ജോലി. സ്വഹീഹായ ഹദീസുകളിൽ അള്ളാഹുവെക്കുറിച്ച് അള്ളാഹു എന്തെല്ലാം പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ടോ, അള്ളാഹു ആരാണ്, അവൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അവൻ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അവന്റെ ദാത്തിനെ സംബന്ധിച്ചും അള്ളാഹു ഖുർആനിലും സുന്നത്തിലും പറഞ്ഞ കാര്യങ്ങൾ അതേപടി വിശ്വസിക്കുന്നവനാണ് മുഅ്മിൻ. അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു സിഫത്തിനെ കുറിച്ചോ ഒരു ഫീലിനെ കുറിച്ചോ നമ്മൾ ഗവേഷണം നടത്തിയാൽ എവിടെത്തും? ഉദാഹരണം, അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. എങ്ങനെ സൃഷ്ടിച്ചു നമുക്കറിയോ? അതിനെപ്പറ്റി കണ്ടെത്തി രഹസ്യം കണ്ടുപിടിക്കാൻ പറ്റുമോ? അള്ളാഹുവിന്റെ യാതൊരു പ്രവർത്തനത്തെക്കുറിച്ചും രഹസ്യം കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം അള്ളാഹു കാണും. രാവും പകലും ഇരുട്ടും വെളിച്ചവും വ്യത്യാസമില്ലാതെ വളരെ നിസ്സാരമായ കാര്യങ്ങൾ പോലും അള്ളാഹു കൃത്യമായി കാണും. നമ്മൾ കാണുന്നതിന് പരിധിയുണ്ട്. അള്ളാഹു തന്ന കാഴ്ച, അല്ല നമ്മുടെ കാഴ്ച സൃഷ്ടിച്ചത്, അവനൊരു പരിധി വെച്ചിട്ടുണ്ട്. അത്രയും നമുക്ക് കാണാൻ പറ്റുമോ? ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുമ്പം എൻ്റെ പിറകിലുള്ളത് കാണൂല, പക്ഷെ നിങ്ങൾ കാണുന്നുണ്ട്. നിങ്ങളുടെ പിറകിലുള്ളത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം എന്താണ്? എനിക്ക് അതിനൊരു സാധ്യത, ഞാൻ അങ്ങോട്ടാണ് തിരിഞ്ഞു നിൽക്കുന്നത്. ഇതിന്റെ അപ്പുറത്തെയും അതിനപ്പുറത്തുള്ളത് കാണാൻ പറ്റില്ല. അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം അവന്റെ കാഴ്ചയെപ്പറ്റി നമുക്ക് ഗവേഷണം നടത്താൻ കഴിയുമോ? അള്ളാഹു കാണാത്തത് എന്ത്, അള്ളാഹു എങ്ങനെ കാണുന്നു, ഇതൊന്നും പരിശോധിക്കേണ്ട വിഷയം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അള്ളാഹു ഉണ്ട് എന്ന് പ്രവാചകന്മാരിലൂടെ കിതാബുകളിലൂടെ അവൻ ബോധ്യപ്പെടുത്തി. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ ഇന്നതും ഇന്നതുമൊക്കെയാണ് എന്ന് കിതാബുകളിലൂടെ അള്ളാഹു നമ്മളെ പരിചയപ്പെടുത്തി. പ്രവാചകന്മാർ അത് വിശദീകരിച്ചു. അള്ളാഹുവിന്റെ സിഫത്തുകൾ അത് ഇന്നതും ഇന്നതുമൊക്കെയാണ് എന്ന് കിതാബുകളിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തി. പ്രവാചകന്മാർ അത് വിശദീകരിച്ചു. അത് അടിയുറച്ച് വിശ്വസിക്കുന്നതിനാണ് ഈമാൻ എന്ന് പറയുക. അതിൽ സമ്പൂർണ്ണമായിട്ട് നമ്മൾ കീഴ്പ്പെടണം, വിശ്വസിക്കണം. നമ്മൾ ഈ പരിമിതമായ ബുദ്ധി വെച്ച് ഗവേഷണം ചെയ്യരുത്. നമുക്കെല്ലാം പരിധി, നമുക്ക് തുടക്കമുണ്ട്, നമുക്ക് ഇന്നലെയുണ്ട്, നമുക്ക് നാളെയുണ്ട്. നമ്മുടെ ജീവിതം അങ്ങനെയാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ, ഇന്ന്, നാളെ എന്നില്ല. അള്ളാഹുവിന്റെ അറിവ് അനാദിയാണ്, അത് അനന്തമാണ്, തുടക്കമില്ലാത്തതാണ്, എന്നും ഉണ്ടാകുന്നതാണ്. അള്ളാഹു ഇന്ന് പുതിയൊരു കാര്യം മനസ്സിലാക്കുകയില്ല. അള്ളാഹുവിന് എല്ലാ കാര്യങ്ങളും എല്ലായ്പ്പോഴും അവന്റെ കൂടെ തന്നെയുണ്ട്. അവൻ തുടക്കമില്ലാത്തവനാണ്, അതുകൊണ്ട് അവന്റെ സിഫത്തുകളൊക്കെ തുടക്കമില്ലാത്തതാണ്. എന്നാൽ ഖദരിയാക്കളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പല കാര്യങ്ങളും പുതുതായി അറിയുന്നു എന്നാണ് അവരുടെ വിശ്വാസം. രണ്ടാമതായി അവർ പറഞ്ഞത്, നമ്മൾ പല കാര്യങ്ങളും ചെയ്തതിന് ശേഷമേ അള്ളാഹു അറിയുന്നുള്ളൂ. പ്രത്യേകിച്ച് തെറ്റായ നല്ല കാര്യങ്ങൾ അള്ളാഹു നൽകുന്നതാണ് എന്ന് പറയുന്നൊരു വിഭാഗം ഖദരിയാക്കളുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യുന്ന മോശമായ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. സംശയമൊന്നുമില്ല, നമ്മൾ ചെയ്യുന്നത് തന്നെയാണ്. പക്ഷെ അള്ളാഹിന്റെ വിധി അനുസരിച്ചാണ്. ഇന്നല്ലാഹ ഖലഖൽ ഖലായിഖ വഖദ്ദറൽ മഖാദീറ ഖബല 50,000 സന. അള്ളാഹു എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചു. 50,000 കൊല്ലം മുമ്പ് അള്ളാഹു ആ വിധി എഴുതി വെച്ചു. അള്ളാഹു നേരത്തെ എഴുതി വെക്കാൻ ഏൽപ്പിച്ച കാര്യങ്ങളല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഓരോ സെക്കൻഡിലും നടക്കുന്നില്ല. അപ്പോൾ ഒരു അനാവശ്യമായ ചോദ്യം ഇബ്ലീസ് നമ്മുടെ മനസ്സിൽ തീരും. അള്ള കണക്കാക്കിയത് മാത്രമാണ് ജീവിതമെങ്കിൽ നമുക്ക് നരകം വേണോ സ്വർഗം വേണോ അത് കണക്കാക്കിയിട്ടുണ്ടാവുമല്ലോ. ശരിയാണ്, കണക്കാക്കിയിട്ടുണ്ടാവും. അപ്പൊ പിന്നെ ഞാനെന്തിനാ നിസ്കരിക്കുന്നത്, ഞാനെന്തിനാ മുസ്ലിമാകുന്നത്, ഞാനെന്തിനാ നന്മകൾ ചെയ്യുന്നത്? ഇതാണ് വിധി നിഷേധത്തിലെ ഏറ്റവും വലിയൊരു തകരാറ്. വിധിയുമായി ബന്ധപ്പെട്ട് 2 കൂട്ടരുണ്ടായിട്ടുണ്ട്. അതിൽ ഖദരിയാക്കളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ അമലുകൾ ചെയ്യാതാവും. നമുക്കിത്രേ നോക്കാനുള്ളൂ. ഈ വിഷയത്തിൽ ഇസ്ലാമിന്റെ രീതി എന്താണ്? വിധി വിധിക്കുന്നതാരാ? നമ്മുടെ ജീവിതത്തിൽ നല്ലത് വിധിക്കുന്നതാരാ? അള്ളാഹു. നമ്മുടെ ജീവിതത്തിൽ മോശമായത് വിധിക്കുന്നതാരാ? അള്ളാഹു. നമുക്ക് പരീക്ഷണങ്ങൾ വിധിക്കുന്നതാരാ? അള്ളാഹു. അള്ളാഹുവിന്റെ പ്രവർത്തനവുമായോ സിഫത്തുമായോ ബന്ധപ്പെട്ട ഒരു കാര്യവും നിഗൂഢമായി അന്വേഷിച്ചിട്ട് കാര്യമില്ല, അത് ഗൈബാണ്. അതുപോലെ അള്ളാഹുവിന്റെ വിധിയെക്കുറിച്ച് നിഗൂഢമായി ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അത് ആലോചിക്കാൻ നമുക്ക് എന്താ ഉള്ളത്? നമ്മൾ വളരെ ദുർബലരാണ്. ഖുലിഖൽ ഇൻസാനു ദഈഫ. നമ്മുടെ മസ്തിഷ്കത്തിന് ചിന്താപരിധിയുണ്ട്. അള്ളാഹിന്റെ പ്രവർത്തനങ്ങളെ ചിന്തിച്ച് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ ഈ വിധിയെപ്പറ്റി ചിന്തിച്ചാൽ എന്ത് സംഭവിക്കും? കാഫറാകും, എളുപ്പമാണ്. അപ്പൊ ഇബ്ലീസ് നമ്മളെ വിധി നിഷേധത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് വിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിഗൂഢമായി അന്വേഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടില്ല. പറഞ്ഞെടുത്ത് നിൽക്കുക. ഖൈറും ഷർറും അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് നമ്മുടെ ഈമാൻ കാര്യമാണ്. ഇതിൽ ഷർറ് അള്ളാഹുവിൽ നിന്നാണ് എന്നത് ഖദരിയാക്കൾ വിശ്വസിക്കുന്നില്ല. അവർ ഈമാനിൽ പൊളിഞ്ഞുപോയവരാണ്. അവർ ഖദർ നിഷേധികളാണ്. മഅബദുൽ ജുഹനി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആദ്യമായി ബസറക്കാരൻ. അയാളാണ് സ്വഹാബികൾക്കിടയിൽ നിന്നുകൊണ്ട് ഖദർ നിഷേധവുമായി രംഗത്ത് വന്നത്. സ്വഹാബികളുടെ അവസാന കാലഘട്ടത്തിലാണ് ഈ വിധി നിഷേധ ചിന്തകൾ വ്യതിയാനമായി രൂപപ്പെട്ടത്. ഇത് ഒരു പ്രസ്ഥാനമായി കൊണ്ടുവന്നത് ഈ മഅബദുൽ ജുഹനിയുടെ ശിഷ്യനായിരുന്ന, അയാളിൽ നിന്ന് വിഷയങ്ങൾ പഠിച്ച ഒരു വ്യതിയാന കക്ഷിയിൽപ്പെട്ടുപോയ ഗൈലാനു ദിമഷ്കി, ഡമസ്കസുകാരൻ. ഇപ്പൊ ബസറയിലെ മഅബദുൽ ജുഹനി തുടങ്ങി വെക്കുകയും ഡമസ്കസിലെ ഗയലാൻ അയാൾ അത് നാട്ടിൽ നിന്നുള്ള പ്രചരിപ്പിക്കുകയും അതൊരു തത്വമായി ആവിഷ്കരിച്ചു കൊണ്ടുവരികയും ചെയ്തു. ഈ ദമഷ്കി എന്ന് പറഞ്ഞാൽ മഅബദുൽ ജുഹനിയിൽ നിന്ന് മാത്രമല്ല, അയാൾ ക്രിസ്ത്യാനികളിൽ നിന്ന് പഠിക്കും. ഈ ലോകത്തെ അടിസ്ഥാനപരമായ വിധി നിഷേധികൾ ക്രിസ്ത്യാനികളാണ്.
ക്രിസ്ത്യാനികളായ പുരോഹിതന്മാരിൽ നിന്ന് പഠിച്ച ചില പാഠങ്ങളാണ് ഗയലാനു ദിമശ്കിയെ ഈ വിധി നിഷേധത്തിലേക്ക് കൊണ്ടുപോയത്. ക്രൈസ്തവരുടെ ആശയങ്ങൾ അദ്ദേഹത്തെ സ്വാധീനിച്ചു. യഹ്യ ഇബ്നു യഅ്മർ അദ്ദേഹം പറയുന്നു, കാന അവ്വലു മൻ ഖാല ബിൽ ഖദർ ബിൽ ബസറത്തി മഅബദുൽ ജുഹനി. ഖദറിനെ കുറിച്ച് ഈ മോശമായ സംസാരങ്ങൾ ആദ്യമായി പറഞ്ഞത് മഅബദുൽ ജുഹനിയാണ് എന്നിങ്ങനെ പറഞ്ഞ് ആ വിഷയങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഖദരിയാക്കൾ അള്ളാഹുവിന്റെ ഇൽമിനെ നിഷേധിക്കുന്നു. ഫലത്തിൽ അള്ളാഹുവിന്റെ ഇൽമെന്ന് പറഞ്ഞാൽ അലം തഅലം, നിനക്കറിഞ്ഞുകൂടെ, അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാവാതി വൽ അർള്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളത് അറിയുന്നവനാണ് അള്ളാഹു. ഇന്ന ദാലിക ഫീ കിതാബ്, ആ അറിയുന്ന കാര്യങ്ങൾ ഒരു കിതാബിലുണ്ട്. അള്ളാഹുവിന് എല്ലാ കാര്യങ്ങളും അറിയുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അഹ്ലുസുന്നയിൽപ്പെട്ട ഒരു യഥാർത്ഥ മുസ്ലിമിന് രണ്ടുത്തരല്ല. അള്ളാഹുവിന് എല്ലാം അറിയാം. എല്ലാം അറിയാമെന്ന് പറഞ്ഞാൽ നാളെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അള്ളാഹുവിന് അറിയില്ലേ? നമ്മൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ എത്തുക എന്ന് അള്ളാഹുവിന് അറിയില്ലേ? അറിയും. അറിയുമെങ്കിൽ പിന്നെ എന്താണ് അള്ളാഹു അത് എഴുതി വെച്ചാൽ? അറിയുന്ന കാര്യം അള്ളാഹു എഴുതി വെക്കും. എഴുതി വെക്കുന്ന കാര്യങ്ങൾ അള്ളാഹു തീരുമാനിക്കും. അള്ളാഹു തീരുമാനിക്കുന്നത് അവൻ സമയം വരുമ്പോൾ സൃഷ്ടിക്കും. ഒന്നാമതായി അള്ളാഹുവിന്റെ അറിവ്, ഇൽമ്. രണ്ടാമതായി ആ കാര്യങ്ങൾ എഴുതി വെക്കണം. ഇന്ന ദാലിക ഫീ കിതാബ്, അതൊരു കിതാബിലുണ്ടെന്ന് അള്ളാഹു സൂറത്തുൽ ഹജ്ജിലെ 70-ാമത്തെ ആയത്തിൽ പറയുന്നു. അള്ളാഹു അറിയുന്ന കാര്യങ്ങളെല്ലാം അവൻ എഴുതി വെച്ചിട്ടുണ്ട്. ഈ സൃഷ്ടികൾ നടക്കേണ്ട മുഴുവൻ കാര്യങ്ങളും എന്തിനെഴുതി വെച്ചു? അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളുടെ രഹസ്യങ്ങൾ അന്വേഷിക്കാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അള്ളാഹു എന്താണോ നമ്മെ അറിയിച്ചത് അത് വിശ്വസിക്കുക എന്നതിലപ്പുറത്ത് അതിനെക്കുറിച്ച് ഗവേഷണങ്ങൾ നടത്താനോ അതേപോലെ തന്നെ അത് അന്വേഷിച്ച് പിന്നാലെ പോകാനോ നമ്മെ ഏൽപ്പിച്ചിട്ടില്ല. അള്ളാഹു അത് എഴുതി വെച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു പ്രശ്നം, ഈ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ അള്ളാഹു തീരുമാനിക്കും. എഴുതി വെച്ച കാര്യങ്ങൾ അത് വരേണ്ട സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഓരോന്നും, നമ്മുടെ ജീവിതത്തിൽ ഓരോ വഴിത്തിരിവും ഓരോ ദിവസവും നടക്കണം. ഒരാൾ ലൈലത്തുൽ ഖദർ അള്ളാഹു വിധി എഴുതി വെക്കുന്നു ഒരു വർഷത്തേക്കുള്ള. ഒരാൾ ജനിക്കുമ്പോൾ അയാളുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് അയാളുടെ ആയുസ് മുഴുവനുള്ള കാര്യങ്ങൾ എഴുതി വെക്കുന്നു. ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് 50,000 കൊല്ലം മുമ്പേ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും അള്ളാഹു എഴുതി വെക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ രേഖകളുണ്ട്. ഓരോരുത്തരും അമല് ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം റഖീബ് അതീദ് എഴുതി വെക്കുന്നു. ചെയ്ത് കഴിഞ്ഞ ഉടനെ ഓരോ പ്രവർത്തനവും നടക്കുന്നതിന് മുമ്പ് അള്ളാഹു ഏൽപ്പിച്ച മലക്കൾ എഴുതും. ഈ ആകാശത്തിലോ ഭൂമിയിലോ യാതൊരു കാര്യവുമില്ല, അത് ഇല്ലാ ഫി കിതാബിൻ ഖബല അൻ നബ്റാഹ, അത് സംഭവിക്കുന്നതിന് മുമ്പ് ഒരു കിതാബിൽ വരാതെ. അപ്പൊ ഞാനിപ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുന്നതിന് മുമ്പ് അള്ളാഹു ഏൽപ്പിച്ച മലക്കുകൾ ഇത് എഴുന്നേറ്റ് നിൽക്കണം എന്നുള്ള കാര്യം എഴുതി വെക്കും. പള്ളിയിൽ ജുമുഅക്ക് കിടന്ന് നിങ്ങൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ ആ ഉറങ്ങണം എന്നുള്ളത് അള്ളാഹു എഴുതി വെക്കും. എന്നിട്ടേ നമുക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. തൊട്ട് മുമ്പ് കഴിഞ്ഞാൽ അപ്പോഴും എഴുതും. അപ്പൊ അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം നമ്മുടെ അമലുകളിലേക്ക് അള്ളാഹുവിന്റെ ശ്രദ്ധയും അള്ളാഹുവിന്റെ പങ്കുമുണ്ട് എന്ന് നമുക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയമുണ്ടാകും. രണ്ട് വിഷയമാണ്. ഒന്ന്, അള്ളാഹുവെ അപേക്ഷിച്ച് വിധിയിൽ എന്തെല്ലാമുണ്ട്. രണ്ട്, നമ്മളെ അപേക്ഷിച്ച് വിധിയിൽ എന്തെല്ലാമുണ്ട്. ഇത് രണ്ടും ആപേക്ഷികമാണ്. അള്ളാഹുവെ അപേക്ഷിച്ചുള്ള ചിന്തിക്കേണ്ട കാര്യങ്ങൾ നമ്മളെ അപേക്ഷിച്ച് ചിന്തിക്കുന്നതാണ് വിധി വിശ്വാസത്തിലെ ഏറ്റവും വലിയ തകരാറ്. അള്ളാഹു അപേക്ഷിച്ച് എന്തൊക്കെയുണ്ട്? അള്ളാഹു എല്ലാം അറിയും. അള്ളാഹു അപേക്ഷിച്ച് വിധി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെല്ലാം അറിയാം. രണ്ട്, അള്ളാഹു എല്ലാം എഴുതി വെക്കും. മൂന്ന്, അള്ളാഹു എല്ലാം തീരുമാനിക്കും. നാല്, അള്ളാഹു എല്ലാം നടപ്പാക്കും. ഇത് അള്ളാഹുവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മളുമായി ബന്ധപ്പെട്ട എന്താണ്? നമ്മളോട് അള്ളാഹു പണിയെടുക്കാൻ പറഞ്ഞു. നമ്മളോട് അള്ളാഹു പണിയെടുക്കാൻ പറഞ്ഞു. നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, തൗഹീദ് വേണം, അടിസ്ഥാന തൗഹീദ് വേണം, ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. നമ്മുടെ ബാധ്യത നമ്മളെ അള്ളാഹു ഏൽപ്പിച്ചത് പ്രവർത്തിക്കുക. നമ്മൾ എന്തിനാ അള്ളാഹു ഏൽപ്പിച്ചത്? നമ്മളെ ഒന്നും ഏൽപ്പിക്കാതെ നമ്മെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അള്ളാഹുവിന് അറിയാത്തത് കൊണ്ടല്ല. അള്ളാഹുവിന് അള്ളാഹുവിൻ്റെതായ രഹസ്യങ്ങളുണ്ട്. അതിൽ വെളിപ്പെടുത്തിയത് മാത്രമേ നമുക്കറിയാൻ പറ്റൂ. അപ്പൊ അള്ളാഹു നമ്മളോട് അമല് ചെയ്യാൻ പറഞ്ഞോ ഇല്ലേ? പറഞ്ഞു. അപ്പൊ നമ്മുടെ ബാധ്യത എന്താ? അമല് ചെയ്യുക. നമ്മളെ അപേക്ഷിച്ച് നമ്മൾ പണിയെടുക്കണം. ആപേക്ഷികമാണ് വിഷയം. മനുഷ്യനെ അപേക്ഷിച്ച് അവൻ ഇബാദത്തുകൾ ചെയ്യണം, അവൻ സത്യവിശ്വാസിയാകണം, അവൻ മുവഹിദാകണം, അവൻ ഹറാമുകൾ ഒഴിവാക്കണം. എങ്കിൽ മാത്രമേ അവന് സ്വർഗത്തിലെത്താൻ പറ്റൂ. അള്ളാഹു എനിക്ക് നരകം വിധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിന് ഹറാമുകൾ ഒഴിവാക്കണം എന്ന് ആലോചിക്കേണ്ട ബാധ്യത അവനില്ല. അങ്ങനെ ചിന്തിച്ച് ഒരുത്തൻ ഹറാമു ഒഴിവാക്കിയില്ല എന്ന് വിചാരിക്കാം. ഞാൻ നരകം അല്ല എഴുതിച്ച നരകത്ത് പോവും, സ്വർഗം എഴുതിച്ചാൽ സ്വർഗത്തിലെത്തും, പിന്നെ ഞാൻ എന്തിനാ ഈ ഹറാം ഒഴിവാക്കുന്നത് എന്നൊരുത്തൻ ചിന്തിച്ചാൽ അവൻ അള്ളാഹു അതാണ് വിധിച്ചത്. അവൻ ഹറാമുകളുടെ നരകത്തിൽ പോകണമെന്നാണ് അള്ളാഹുവിന് വിധിച്ചത് എന്നേ വരൂ. പല ആളുകളും അള്ളാഹു എനിക്ക് നരകം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അമലുകൾ ചെയ്യുന്നു എന്ന് ചോദിക്കുന്ന ആളുകളോട് ദുനിയാവിന്റെ വിഷയത്തിൽ ഇതേ വിഷയമൊന്ന് ചോദിച്ചു നോക്കൂ, മറുപടി അറിയില്ല. എല്ലാം അള്ളാഹു തീരുമാനിച്ചുള്ള ദീന് മാത്രമല്ല തീരുമാനിച്ചത്, ദുനിയാവും അള്ളാഹു തീരുമാനിച്ചതാണ്. നീ പട്ടിണി കിടക്കണമെങ്കിൽ ആര് തീരുമാനിക്കും? നിനക്ക് പട്ടിണി കിടക്കരുത്, അള്ളാഹു തീരുമാനിക്കും.
അപ്പം അള്ളാഹു തീരുമാനിച്ചാൽ നിനക്ക് വിശപ്പുണ്ടാവില്ല, പിന്നെ നീ എന്തിനാ ഭക്ഷണം കഴിക്കുന്നത്? ആ ചർച്ച കൊണ്ടുവരാൻ സമ്മതിക്കില്ല. ദുനിയാവിന്റെ വിഷയത്തിൽ ചർച്ചയല്ല, ദീനിന്റെ വിഷയത്തിൽ ഇബാദത്തുകൾ ചെയ്യുന്ന വിഷയം വരുമ്പോൾ അള്ളാഹു തീരുമാനിച്ചാൽ ഞാൻ സ്വർഗത്തിലെത്തൂല, എന്നെ കൊണ്ട് എന്തിനാ ഇബാദത്ത് ചെയ്യിക്കുന്നു ചോദിക്കും. ദുനിയാവിലും നമ്മുടെ തീരുമാനങ്ങൾ അള്ളാഹുവിൻ്റെത് തന്നെയാണ്. നമുക്ക് ഭക്ഷണം, നമുക്ക് ആരോഗ്യം, നമുക്ക് സന്തോഷം, ഇതൊക്കെ അള്ളാഹു തരുന്നതാണ്. ഇതെല്ലാം അള്ളാഹു വിധിക്കുന്നതാണെങ്കിൽ ഈ രീതിയിൽ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നത്? പരലോകത്തിലെ കാര്യങ്ങളും വിധിക്കുന്നത്. അതുകൊണ്ട് വിധിയിൽ അടിയുറച്ച് വിശ്വസിക്കുക നമ്മുടെ ബാധ്യതയാണ്. ഇന്നാ കുല്ല ശൈഇൻ ഖലഖനാഹു ബിഖദർ. എല്ലാ കാര്യങ്ങളെയും ഒരു കണക്കനുസരിച്ചാണ് സൃഷ്ടിച്ചത്. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർദ് വലാ ഫി അൻഫുസികും. ഈ ദുനിയാവിൽ ഒരു വിപത്തും ഉണ്ടാകുന്നില്ല, നിങ്ങളുടെ ശരീരത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റാഹ. അത് അള്ളാഹു സൃഷ്ടിക്കുന്നതിന് മുമ്പ്, അത് ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു കിതാബിൽ എഴുതാൻ അള്ളാഹുവിന് വല്ല പ്രയാസവുമുണ്ടോ? ഇന്ന ദാലിക അലല്ലാഹി യസീർ. അള്ളാഹുവിന് എളുപ്പമാണ്. ഇത്രയും നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. ഇനി പറയുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. എന്തിനാണ് അള്ളാഹു വിധിയിൽ വിശ്വസിക്കാൻ പറഞ്ഞത്? ലിക്കൈ ലാ തഖ്സൗ അലാ മാ ഫാതകും വലാ തഫ്റഹു ബിമാ ആതാകും. നിങ്ങൾക്ക് നഷ്ടം വന്നതിൽ നിരാശപ്പെടാതിരിക്കാൻ, നിങ്ങൾക്ക് നേട്ടമുണ്ടാകുമ്പോൾ അമിതാഹ്ലാദം കാണിക്കാതിരിക്കാൻ. മനുഷ്യൻ ജീവിതത്തിൽ നരകം വാങ്ങുന്നത് രണ്ട് നിലക്കാണ്. ഒന്ന്, നമുക്ക് അള്ളാഹു എന്തെങ്കിലും പരീക്ഷണങ്ങളോ പ്രയാസങ്ങളോ തന്നാൽ അള്ളാഹുവിനെ തന്നെ തള്ളിപ്പറയും, ഇബാദത്തൊക്കെ നിർത്തും. ഞാൻ അള്ളാഹിനെ മാത്രം ആരാധിച്ച് കൃത്യമായി നിസ്കരിച്ച് തൗഹീദിൽ ജീവിച്ച് എന്നിട്ട് എൻ്റെ കച്ചവടം പൊളിഞ്ഞ്, എൻ്റെ ഭാര്യ എന്നോട് തെറ്റി, എൻ്റെ മക്കളായിട്ട് ഞാൻ പ്രശ്നമാണ്, പിന്നെ ഞാൻ എന്തിനാ നിസ്കരിക്കുന്നത്, എന്തിനാ നോമ്പ് നോക്കുന്നത്? അവൻ നിരാശനാകും, ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും. അള്ളാഹു അവൻ നിരാശനാകുമോ എന്ന് പരീക്ഷിക്കുകയാണ്. നമുക്ക് പ്രയാസങ്ങൾ തരുമ്പോൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാൻ നമ്മൾ സന്നദ്ധരാകുമോ എന്ന് പരീക്ഷിക്കുകയാണ്. രണ്ടാമതായി, നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അവൻ അഹങ്കരിക്കും. വിധിവിശ്വാസമില്ലാത്തൊരുത്തൻ, ഞാൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചപ്പോൾ എനിക്ക് ഇത്രയും സമ്പാദ്യമുണ്ടായി, എനിക്കിത്ര നേട്ടങ്ങളുണ്ടായി, ഇങ്ങനെ കുടുംബമുണ്ടായി, അതുകൊണ്ട് ഞാൻ കൊള്ളാമല്ലോ എന്ന് കരുതി അള്ളാഹുവിന് നന്ദി കാണിക്കാൻ അവർ മറക്കുകയും അവൻ അഹങ്കാരിയാവുകയും ചെയ്യും. വിധിയിൽ വിശ്വസിക്കാത്തവൻ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങേയറ്റം നിരാശപ്പെടുന്ന കുഫറിലേക്കെത്തും. അതേ പ്രകാരം തന്നെ അവന് ജീവിതത്തിൽ നേട്ടങ്ങളും സന്തോഷങ്ങളും ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന് നന്ദി കാണിക്കാതെ അവൻ അഹങ്കാരിയായി മാറും. എന്തിനാ വിധിയിൽ വിശ്വസിക്കാൻ പറഞ്ഞത്? അഹങ്കരിക്കാതിരിക്കാനാണ്, നിരാശപ്പെടാതിരിക്കാനാണ്. അഹങ്കാരത്തിനും നിരാശയ്ക്കും ഇടയിലാണ് ഈമാൻ, അഹ്ലുസുന്നയുടെ വിശ്വാസം. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും അള്ളാഹു ഒരു കിതാബിൽ രേഖപ്പെടുത്താതെ, അത് നടക്കുന്നതിന് തൊട്ടു മുമ്പ് രേഖപ്പെടുത്താതെ പ്രപഞ്ചത്തിലൊന്നും സംഭവിക്കുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ നഫ്സുകളിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റാഹ. അത് സംഭവിക്കുന്നതിന് മുമ്പ് എഴുതി വെക്കാതെ എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. സൂറത്തുൽ ഹദീദ് 57-ാമത്തെ സൂറത്തിൽ അള്ളാഹു പരിചയപ്പെടുത്തി 20-21 ആയത്തുകൾ. എന്തിനു വേണ്ടി? ലികൈ ലാ തഖ്സൗ അലാ മാ ഫാതകും. നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, കച്ചവടം പൊളിഞ്ഞു, രോഗമുണ്ടായി, പ്രിയപ്പെട്ടവർ മരിച്ചുപോയി, വലിയ അസുഖങ്ങൾ കൊണ്ട് വിഷമിച്ചു, ആ സമയത്ത് നിങ്ങൾ നിരാശരാകി, നിങ്ങൾ ഈമാൻ വർദ്ധിക്കണം. ഇത് അള്ളാഹു എനിക്ക് തന്നതാണ്. വിധിയിൽ തൃപ്തിപ്പെടണം, വിധിയെ അംഗീകരിക്കണം. അള്ളാഹു എത്ര വലിയ പ്രയാസങ്ങൾ തന്നാലും ഇതല്ല നമ്മുടെ യഥാർത്ഥ ജീവിതം. ദുനിയാവിലല്ല, പരലോകമാണ്. പരലോകത്തെ എനിക്ക് സ്വർഗം കിട്ടണമെങ്കിൽ, ഞാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹു എനിക്ക് തരുന്ന പ്രയാസങ്ങളെ ഞാൻ ഉൾക്കൊള്ളണം. അതിനെ ദീനിയായി ഞാൻ പരിഹരിക്കണം. നമുക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പം കാഫറുകൾ ചെയ്യുന്നത് പോലത്തെ പ്രതികരണങ്ങൾ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. ഹറാമിന്റെ വഴിയിലൂടെ പരിഹരിക്കാൻ പോകാൻ പാടില്ല. വലിയ നഷ്ടങ്ങൾ, സാമ്പത്തിക നഷ്ടം ഉണ്ടായി, അപ്പോൾ അവൻ പലിശ ഇടപാടിലേക്ക് തിരിഞ്ഞു, അല്ലെങ്കിൽ മോഷ്ടിക്കാൻ പോയി. എന്തിന്? എനിക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടായില്ലേ, ഇനിയിപ്പോൾ അത് തിരിച്ചു പിടിക്കണമെങ്കിൽ ഞാൻ ചില കള്ളത്തരങ്ങളൊക്കെ കാണിക്കണം. ആ ഹറാമിന്റെ വഴിയിലേക്ക് പോകുമോ ഇല്ലയോ എന്ന് പരീക്ഷിക്കാനായിരിക്കും അള്ളാഹു നമുക്ക് സാമ്പത്തികമായി നഷ്ടം തന്നിരിക്കുന്നത്. ഈ വിധി വിശ്വാസത്തെ നിഷേധിക്കുന്ന വർഗമാണ് ആര്? ഈ ഖദരിയാക്കൾ എന്ന് പറയുന്നത്. അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് മജൂസു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ മജൂസികൾ എന്നാണ്. മജൂസികൾ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രത്യേകത എന്താ? അവർ വിശ്വസിക്കുന്നത് നന്മ സൃഷ്ടിച്ചത് അള്ളാഹു, തിന്മ സൃഷ്ടിക്കുന്നത് സൃഷ്ടികൾ. അങ്ങനെ അല്ലെങ്കിൽ ഇബ്ലീസ്, അങ്ങനെ ആരെങ്കിലും ഒരാൾ. രണ്ട് ഇലാഹുകളുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് മജൂസികൾ. നന്മയുടെ ഇലാഹു വേറെ, തിന്മയുടെ ഇലാഹു വേറെ. ഇതിന് തുല്യമാണെന്ത്? നന്മകളൊക്കെ അള്ളാഹു നമുക്ക് നൽകുന്നു, തിന്മകളൊക്കെ നിങ്ങളായിട്ട് വരുത്തി തീർക്കുന്നു. ശരിയാണ്, നമ്മളെ അപേക്ഷിച്ച് തിന്മകൾ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനത്തിന് താഴെയാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം. തിന്മകൾ മാത്രമല്ല, ദോഷങ്ങളും സങ്കടങ്ങളും അതിൽ ഉൾപ്പെടുമെന്നറിയണം. അതുകൊണ്ട് ഈ ഉമ്മത്തിനെ അൽ ഖദരിയത്തു മജൂസു ഹാദിഹിൽ ഉമ്മ, ഖദർ നിഷേധികൾ ഈ ഉമ്മത്തിലെ മജൂസികളാണ്. അതായത് നന്മ വേറെയും തിന്മ വേറെയും സൃഷ്ടാക്കളതാണ്, അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല എന്ന് പറയുകയും അള്ളാഹുവിനെ തന്നെ നിഷേധിക്കുകയും ചെയ്യുന്നവർ. അതുകൊണ്ട് വിധി നിഷേധം പരസ്യമായി പ്രഖ്യാപിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ രോഗിയായിരിക്കുമ്പോൾ അവരെ സന്ദർശിക്കരുത്. വൈൻ മാതൂ ഫലാ തശദൂഹും,
അവർ മരണം വന്നാൽ അവരെ നിങ്ങൾ അവരുടെ അടുത്തേക്ക് ചെല്ലരുത്, അവരുടെ ജനാസ പിന്തുടരാൻ പാടില്ല. അത്രമാത്രം ഖദരികളെ മാറ്റി നിർത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഖദരികളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് ഖവാരിജുകൾ. തീവ്രവാദം അവരിൽ നിന്നുണ്ടാകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖദരികളുടെ വിശ്വാസം കടന്നു പോകുന്നതിൽ നിന്നും ഇബ്ലീസിന്റെ സ്വാധീനത്തിൽ പെട്ടുപോകുന്നതിൽ നിന്നും നമുക്ക് ഓരോരുത്തർക്കും മോചനം നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അമ്മാ ബഅദു ഫൗസീകും സാനിയം വഇയ്യായ ബിത്തഖ്വല്ലാഹ്. റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണം, വിശ്വാസകാര്യങ്ങൾ വ്യക്തമായി തെളിവുകളോടുകൂടി പഠിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അവ്വല മാ ഖലഖല്ലാഹുൽ ഖലം. അല്ലാഹു ആദ്യം സൃഷ്ടിച്ചത് പേനയാണ്. ഫഖാല ലഹു, അല്ലാഹു പേനയോട് പറഞ്ഞു, ഉക്തുബ്, എഴുതി വെക്കുക, മഖാദീറ കുല്ലി ഷൈഇൻ ഹത്താ തഖൂമ സഅ. ലോകാന്ത്യം വരെ നടക്കേണ്ട മുഴുവൻ കാര്യങ്ങളും എഴുതി വെക്കുക. അള്ളാഹുവിനൊന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു അതിൽ ഒരു ഹിക്മത്ത് ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കും. അത് അറിയിച്ചു തന്നാൽ നമ്മൾ അറിയും, അല്ലാത്ത പക്ഷം അത് ചികഞ്ഞന്വേഷിക്കേണ്ട ബാധ്യത നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇത് വിശ്വസിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ ചോദ്യം വന്നു, യാ ബുനയ്യ സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ മാത അലാ ഗൈരി ഹാദാ ഫലൈസ മിന്നി. ഈ വിഷയം പഠിപ്പിച്ചുകൊണ്ട് ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, പൊന്നുമോനെ, ഈ വിശ്വാസമില്ലാതെ മരണപ്പെട്ടു പോയാൽ ഫലൈസ മിന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഈമാനിൽ വിശ്വസിക്കാതെ, അള്ളാഹുവിൽ നിന്നാണ് ഖൈറും ഷർറും എന്ന് വിശ്വസിക്കാതെ മരിച്ചു പോയാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല, ഇസ്ലാമെന്ന് പുറത്തായി. വിധിയിൽ നമ്മൾ അടിയുറച്ചു വിശ്വസിക്കണം. വിധിയെ നിഷേധിക്കുന്ന ആളുകൾ ഞങ്ങൾ തന്നെ എല്ലാം തീർപ്പാക്കണം. തീവ്രവാദികളുടെ സ്വഭാവം എന്താണ്? ഫിലസ്തീനിലെ ജനത ഉദാഹരണം, അവർ രൂക്ഷമായി പീഡിപ്പിക്കപ്പെടുന്നു. അള്ളാഹുവിന്റെ പ്രവചനവുമുണ്ട് അതിലേക്ക്. ആത്യന്തിക വിജയം തീർച്ചയായിട്ടും ഫിലസ്തീനികൾക്കും മുസ്ലിങ്ങൾക്കുമാണ്. ഒരു യഹൂദി പോലും ഈ ലോകത്ത് അപമാനിക്കപ്പെടാതെ പോവുകയില്ല. നാളെ യഹൂദികളും മുസ്ലിങ്ങളും പോരാട്ടമുണ്ടാകുമ്പോൾ ഇമാം മഹ്ദിയുടെ കാലഘട്ടത്തിൽ യഹൂദികൾക്ക് കനത്ത പരാജയമായിരിക്കും. ഒരു യഹൂദി പോലും ബാക്കിയില്ലാതെ എല്ലാവരെയും മുസ്ലിങ്ങൾ കൊന്നൊടുക്കും. ആ സന്ദർഭത്തിലാണ് ഈസാ അലൈഹി ഇസ്ലാം വന്നിറങ്ങുന്നത്. യഹൂദികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ദജ്ജാലായിരിക്കും. ദജ്ജാൽ യഹൂദികൾക്ക് നേതൃത്വം കൊടുക്കും. ഫലസ്തീനിന്റെ പരിസരത്ത് ശക്തമായ പോരാട്ടം നടക്കും. ലുദ്ദി എന്ന പ്രദേശത്ത് ഈസാ അലൈഹി ഇസ്ലാം വന്നിറങ്ങും. എന്നിട്ട് മഹ്ദിയുടെ സേനയിൽ അദ്ദേഹം ചേരും. അദ്ദേഹമാണ് ദജ്ജാലിനെ നേരിട്ട് കൊന്നുകളയുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സമയത്ത് ദജ്ജാലിന്റെ പിന്നിൽ അണിനിരന്ന ഓരോ യഹൂദിയെയും മുസ്ലിങ്ങൾ കൊന്നുകളയും. ഏതെങ്കിലും ഒരു മരത്തിന്റെ പിറകിൽ ഒരു യഹൂദി യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടി ഒളിച്ചിരുന്നാൽ ആ കല്ല് അല്ലെങ്കിൽ ആ മരം വിളിച്ചു പറയും, വറ ഈ യഹൂദി ഫഖ്തുൽഹു, എന്റെ പിറകിൽ ഒരു യഹൂദി ഉണ്ട്, കൊല്ലവനെ. എന്റെ പിറകിൽ. ഇത് ഫിലസ്തീനിൽ സംഭവിക്കാനിരിക്കുന്ന വസ്തുതയാണ്. ഗർഖദ് എന്ന ഒരു ചെടിയൊഴികെ ബാക്കി എല്ലാ ചെടികളും തന്റെ പിറകിലിരിക്കുന്ന യഹൂദിയെ ചൂണ്ടിക്കാട്ടി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിനു മുമ്പ് മുസ്ലിങ്ങൾ വലിയ പീഡനം അനുഭവിക്കുന്ന ഒരു കാലഘട്ടം വരും. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവർക്കുണ്ടാകും, നാശനഷ്ടമുണ്ടാകും. ആ സമയത്ത് തീവ്രവാദികൾ ചിന്തിക്കും, ഞങ്ങൾ പരാജയപ്പെടുത്തിയെങ്കിൽ മാത്രമേ ശത്രുക്കൾ പരാജയപ്പെടുകയുള്ളൂ. അതുകൊണ്ടൊരു യുദ്ധം ഒരു നിലക്കും ഫലം ചെയ്യാത്ത സമയത്ത്, ആയുധമേന്തുന്നത് ഒരു നിലക്കും ഗുണം ചെയ്യാത്ത സമയത്ത് പോലും ഈ ഒരു ഖദറിലെ നിഷേധം അവരിൽ വന്നു കഴിഞ്ഞാൽ അവർ അസ്ഥാനത്ത് ആയുധമെടുക്കും. അതായത് ആയുധമെടുക്കാതിരുന്നാൽ ഉണ്ടാകുന്ന നാശത്തെക്കാൾ കൂടുതൽ നാശം പ്രതിരോധം എന്ന പേരിൽ ആയുധമെടുത്തുകൊണ്ട് പ്രതികാരമെന്നോ പ്രതിരോധമെന്നോ പേരിട്ട് അസ്ഥാനത്ത് ആയുധമെടുക്കുമ്പോൾ ശത്രുക്കൾ കൂടുതൽ നശീകരണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്ന പ്രവർത്തനമുണ്ടാകും. തീവ്രവാദികൾ മുഴുവൻ ചെയ്തു കൂട്ടിയത്, തീവ്രവാദികളൊക്കെ ഖദർ നിഷേധികളാണ്. അവരാണ് ഫലസ്തീൻ ജനതയെ കൊന്നൊടുക്കുന്നവർ. മാത്രമല്ല, കൊന്നൊടുക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്നവരും തീർച്ചയായിട്ടും ഇതിന് ഉത്തരവാദികളായി മാറുമെന്ന് കരുതണം. ഇസ്ലാമിന്റെ പ്രവചനം, ഫലസ്തീനിലെ മുസ്ലിമിനെ കൈവെക്കുന്നവർ അവർക്ക് ദുനിയാവിൽ അപമാനമാണ്, കടുത്ത നാശമാണ്. അതുകൊണ്ടാണ് ഓരോ മുസ്ലിമും അല്ലാഹുമ്മ ഇന്നാ നജഅലുക ഫീ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുറൂരിഹിം, അല്ലാഹുവേ, ഈ യഹൂദികളെ, ഈ ശത്രുക്കളെ, അവരുടെ നെഞ്ചകങ്ങളെ ഞങ്ങൾ നിന്നിലേക്ക് ഏൽപ്പിക്കുന്നു. അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ശുറൂരിഹിം, അവരുടെ ശർറിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് രക്ഷ ചോദിക്കുന്നു. റബ്ബിനോട് ദുആ ചെയ്യണം. ഖദരികൾക്ക് ദുആയിൽ വിശ്വാസമില്ല. ദുആയിൽ വിശ്വാസമില്ലെന്ന് മാത്രമല്ല, ദുആ കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അള്ളാഹു നമുക്ക് വിജയം തരുമെന്ന് വിശ്വാസമില്ല. മക്കാ രാജ്യത്ത് 13 കൊല്ലക്കാലം യുദ്ധം നിർബന്ധമായും ചെയ്യണമെന്ന് നമുക്ക് തോന്നുന്നത്രയും ക്രൂരമായ കാഠിന്യങ്ങളും അതേപോലെ തന്നെ പരീക്ഷണങ്ങളും നേരിടുന്ന സമയത്തും യുദ്ധരംഗത്തേക്ക് ഇറങ്ങാൻ നബി തുനിഞ്ഞില്ല. ഒരാളെയും ഇറക്കിവിട്ടില്ല, സമയമായിട്ടില്ല.
ആ സമയത്തിന് മുമ്പ് യുദ്ധത്തിലേക്ക് ഇറങ്ങിയാൽ പ്രശ്നങ്ങളുണ്ടാകും, കൂടുതൽ നാശങ്ങളുണ്ടാകും. അവർ ഒരു അവസരം വരെ കാത്തിരുന്നു, മദീനയിലേക്ക് എത്തി. റബ്ബ് അനുമതി കൊടുത്തു, അവസരമുണ്ടായി. ആ സമയത്താണ് യുദ്ധം. അല്ലാതെ ഞങ്ങൾ ദുആ ചെയ്താൽ അള്ളാഹു നമുക്ക് പ്രതീക്ഷിക്കാത്തവരുടെ സഹായം കിട്ടുമെന്ന ബോധം അവർക്ക് നഷ്ടമായി. ആ നഷ്ടമായപ്പോൾ നമ്മൾ തന്നെ പ്രതികാരം ചെയ്യണം. തീവ്രവാദ ഗ്രൂപ്പുകൾ ഉണ്ടായത് അങ്ങനെയാണ്. എതിരാളികൾ മുഴുവൻ നമ്മളിപ്പോൾ കൊന്നൊടുക്കണം. അങ്ങനെ ചിന്തയില്ലാത്ത, പക്വതയില്ലാത്ത പ്രതികാര നടപടികളിലേക്ക് വരും. പ്രതിക്രിയ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികാര നടപടികളിലേക്ക് വരും. ഇസ്ലാമിൽ പ്രതികാരമില്ല, പ്രതിക്രിയ മാത്രമേ ഉള്ളൂ. പ്രതിക്രിയ ഭരണാധികാരികൾ മുഖേന നടക്കേണ്ടതാണ്. ഒറ്റപ്പെട്ട ശബ്ദങ്ങളിലൂടെയല്ല, ഒറ്റപ്പെട്ട പ്രവർത്തനങ്ങളിലൂടെയല്ല. നമുക്ക് ശരിയാണ്, മുസ്ലിങ്ങളെ ആക്രമിക്കുന്നവർക്കെതിരെ കടുത്ത മനസ്സ് നമുക്കുണ്ട്. അതേപോലെ മനസ്സറിഞ്ഞ് ദുആ നമ്മിൽ നിന്നുണ്ട്. നമ്മളെ കൊണ്ട് പ്രായോഗികമായ പ്രവർത്തനങ്ങൾ എന്തോ അതും നമ്മുടെ അരികിലുണ്ട്. പക്ഷെ ഒരിക്കലും നമുക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അപക്വതയിലൂടെയും എടുത്തുചാട്ടത്തിലൂടെയും ചെറിയ നാശത്തെ വലിയ നാശമാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങൾ ഖദരിയത്തിന്റെ സ്വാധീനം കൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഖദരിയാക്കൾ ഇന്നുണ്ട്. തീവ്ര സ്വഭാവമുള്ള പ്രവർത്തകർ, അത് ഹമാസ് ആയിരുന്നാലും ഹിസ്ബുള്ള ആയിരുന്നാലും ലഷ്കർ-ഇ ത്വയ്ബ ആയിരുന്നാലും ഈ ഖദരിയത്തിനെ നിഷേധിക്കുന്ന വിഭാഗമാണ് എന്നും അവരുടെ ആചാര്യന്മാരുടെ പ്രഭാഷണങ്ങൾ കേട്ടാൽ സാധിക്കും. അതുകൊണ്ടാണ് ഐസിസിനെ പോലുള്ള പ്രസ്ഥാനങ്ങളെ അഹ്ലുസുന്നയുടെ ഇമാമുകൾ അവർ കൃത്യമായി ഇത് ഈ ഉമ്മത്തിലെ ഖവാരിജകളാണ് എന്ന് കൃത്യമായി അവരെ പരിചയപ്പെടുത്തി. അഥവാ ഖദർ നിഷേധികൾ കൂടിയാണ്, ഈ ഉമ്മത്തിലെ മജൂസികളാണ്, ഈ ഉമ്മത്തിലെ ഖവാരിജകളാണ്. ഇത് പണ്ഡിതന്മാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ആ ചൂണ്ടിക്കാട്ടിയ പണ്ഡിതന്മാരിൽ അത്യുന്നതനായ പണ്ഡിതനായിരുന്നു ബഹുമാന്യനായ അബ്ദുൽ അസീസ് ആലു ഷേഖ്. കഴിഞ്ഞ ആഴ്ച അദ്ദേഹം നമ്മിൽ നിന്ന് വിട പറഞ്ഞു. പണ്ഡിതന്മാരുടെ വേർപാടാണ് യഥാർത്ഥത്തിൽ ഇൽമില്ലാതാകാൻ കാരണമാകുന്നത്. ഈ ഉമ്മത്തിൽ ഇൽമ് കുറഞ്ഞു കുറഞ്ഞു പോവുക എന്നുള്ളത് ലോകാന്ത്യത്തിലേക്ക് എത്തുന്നതിന്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇൽമ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള ഇൽമ് അള്ളാഹു എടുത്തു കളയുകയല്ല. നമുക്ക് ഇൽമ് പഠിപ്പിച്ചു തരേണ്ട പണ്ഡിതന്മാരെ അള്ളാഹു പിടിക്കുക, അവർ മരിപ്പിക്കുക എന്നുള്ളതാണ് ഇൽമ് കുറയാനുള്ള ഒരു കാരണം. ഈ നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ മഹാപണ്ഡിതന്മാരിൽപ്പെട്ട സൗദി അറേബ്യയിലെ കിബാർ ഉലമയിൽപ്പെട്ട ഒരു പണ്ഡിതനാണ് കഴിഞ്ഞ ദിവസം നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയത്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ താക്കീത് നൽകിയ തീവ്രവാദത്തെക്കുറിച്ചും അതിന് കാരണമാകുന്ന ഖദരി വിശ്വാസവും ഖവാരിജി വിശ്വാസവും അതൊക്കെ തിരിച്ചറിയാനും അതിന്റെ അനുരണങ്ങൾ നമ്മുടെ നാട്ടിലുമുണ്ട്. അത്തരം ഖവാരിജി വിശ്വാസവുമായി നടക്കുന്ന ദീനിനോ അഖീദക്കോ നിസ്കാരത്തിനോ പ്രാധാന്യം കൊടുക്കാതെ സാമുദായികമായി മാത്രം ചിന്തിക്കുകയും വർഗീയമായി മാത്രം പെരുമാറുകയും തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് എടുത്തുചാടുകയും ലക്ഷ്യം ചിലപ്പോൾ കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നും. പക്ഷെ മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിലല്ല. ആ ഒരു നിലവാരത്തിലേക്ക് എടുത്തുചാട്ടത്തിന്റെ പ്രവർത്തകരായി പോവുകയും ചെയ്യുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ തക്കവണ്ണം നല്ല സംയമനത്തോടെ ദീന് പഠിക്കണം. തെളിവുകളിലൂടെ ആശയം മനസ്സിലാക്കണം. അഹ്ലുസുന്നയിൽ നിന്ന് ഓരോ വ്യതിയാന കക്ഷികളും എന്തിന്റെ പേരിലാണ് പിരിഞ്ഞുപോയതെന്ന് തിരിച്ചറിയണം. അത് തിരിച്ചറിയുന്ന അഹ്ലുസുന്നയിൽ അടിയുറച്ചു നിൽക്കുന്ന സച്ചരിതരായ സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അറിവില്ലായ്മ കൊണ്ടോ അപക്വത വന്നുകൊണ്ടോ വന്നുപോയ പോരായ്മകൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ സഹോദരങ്ങൾ നമുക്കിടയിലുണ്ട്. സർജറികൾ കാത്തിരിക്കുന്നവർ, ഹോസ്പിറ്റലുകളിലുള്ളവർ, വീടുകളിലുള്ളവർ, അവർക്കെല്ലാം അള്ളാഹു പൂർണ്ണമായ ശിഫ നൽകുമാറാകട്ടെ. اللهم لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا مرضا إلا شفيته ولا دينا إلا قضيته ولا حاجة من حوائج الدنيا والآخرة إلا قضيتها يا أرحم الراحمين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على إطاعتك. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. وصلى الله على من لا نبي بعده.